എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളത് നോക്കുന്നത് 2022 ഡിസംബർ മാസം 29 മലബാർ സിമന്റ്സ് ലിമിറ്റഡിലേക്ക് നടന്ന ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലുള്ള കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്ററും ആണ് നമ്മൾ നോക്കുന്നത്. 2022 ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിലുള്ള ക്വസ്റ്റ്യൻ, വിച്ച് കമ്പ്യൂട്ടർ ജനറേഷൻ യൂസ് ജാവ ലാംഗ്വേജ്? ജാവ ലാംഗ്വേജ് യൂസ് ചെയ്ത കമ്പ്യൂട്ടറിലെ ഏത് ജനറേഷൻ ആണെന്ന് അല്ലെ? ഓരോ ജനറേഷനിലും നമ്മൾ ഓരോന്ന് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അല്ലെ കൊണ്ടുവന്നത്. അപ്പം ഏതാണ്? 4th ജനറേഷൻ അല്ലെ? 4th ജനറേഷൻ ആണ് എന്ത് ജാവ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇത് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷനിൽ, അതേപോലെ ഫസ്റ്റ് ജനറേഷനിൽ, തേർഡ് ജനറേഷനിലൊക്കെ നമ്മൾ ഓരോന്നായിരുന്നു കൊണ്ടുവന്നിരുന്നത് അല്ലെ? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ജനറേഷനിലും അതേപോലെ തന്നെ സെക്കൻഡ് ജനറേഷനിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് ഏതായിരുന്നു? നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ് ആയിരുന്നു അല്ലെ യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് വാക്യൂം വാക്യൂം ട്യൂബ് ആയിരുന്നു അല്ലെ? ഇനി സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഏതാ? ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ട്രാൻസിസ്റ്റർ ആയിരുന്നു അല്ലെ? ഞാൻ ഷോർട്ടാക്കി ട്രാൻസ് എഴുതുന്നില്ലേ. സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്ത സാങ്കേതിക വിദ്യ എന്തായിരുന്നു? ട്രാൻസിസ്റ്റർ ആയിരുന്നു. ദെൻ തേർഡ് ജനറേഷനിലോ IC ചിപ്പായിരുന്നു അല്ലെ? തേർഡ് ജനറേഷനിൽ വന്നപ്പോൾ അതെന്തായി? IC ചിപ്പായി അല്ലെ? ഫോർത്ത് ജനറേഷനിലാണ് നമ്മൾ ജാവ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഫോർത്ത് ജനറേഷനിലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ്? ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്നല്ല ചോദിച്ചത്, പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചത്. എന്താ വെച്ചാൽ മൗസും ഒരു പോയിന്റിംഗ് ഡിവൈസ്, ടച്ച് സ്ക്രീൻ, ട്രാക്ക് ബോൾ ഇവയൊക്കെ ഇതിൽ പെടും, പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസുകളാണ്. എന്നാൽ പഞ്ച് കാർഡ് റീഡർ ഒരിക്കലും ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് അല്ല. ഇൻപുട്ട് ഡിവൈസ് ആണ്, പക്ഷെ എന്താണ്? പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് അല്ല. ക്ലിയർ അല്ലേ? ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, റെസൊല്യൂഷൻ ഓഫ് മോണിറ്റർ ഈസ് മെഷേർഡ് ബൈ? മോണിറ്ററിന്റെ റെസൊല്യൂഷൻ നമ്മൾ എന്ത് വെച്ചിട്ടാണ് അളക്കുക? എന്താണ് റെസൊല്യൂഷൻ? മോണിറ്ററിന്റെ റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്ന യൂണിറ്റ് PPI അല്ലെ? ബൈറ്റ്സ് മെമ്മറി യൂണിറ്റ് ആണ്. അതേപോലെ ഹെഡ്സ് ഹെഡ്സ് നമ്മൾ ശബ്ദത്തിന്റെ ആവൃത്തി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് അല്ലെ? ഇനി വിച്ച് കമ്പോണന്റ് ഓഫ് PC മെയിൻറ്റെയിൻസ് ടൈം ആൻഡ് ഡേറ്റ്? അതായത് PCയിൽ ഏത് കമ്പോണന്റ് ആണ് ടൈമും ഡേറ്റും ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ആരാണ്? ഓപ്ഷൻ A ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ക്യാച്ച് മെമ്മറി, ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താണ് അറിയാലോ? ഹാർഡ് ഡിസ്ക് ഒരു സെക്കൻഡറി മെമ്മറി ഡിവൈസ് ആണ്. SRAM എന്താണ്? റാമിന്റെ 2 ടൈപ്സിലുള്ള ഒരു റാമാണ് അല്ലെ? DRAM-ഉം SRAM-ലും ഉള്ള ഒരു റാമാണ് ആര്? SRAM അല്ലെ? സ്റ്റാറ്റിസ്റ്റിക് അല്ലെ? ഇത് നമ്മൾ ആൻസർ A ആണ്. SRAM എന്ന് പറയുന്നതിന് സ്റ്റാറ്റിസ്റ്റിക് റാൻഡം ആക്സസ് മെമ്മറി. ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ് അല്ലെ? ഇനി RAM is a memory. Which of the following is or are true? RAM എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയായത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? RAM is a first option primary memory, second volatile memory, third secondary memory,
ഫോർത്ത് പെർമനന്റ് ഇൻ നേച്ചർ. ഇത്ര നല്ല ഉള്ളത്. അപ്പം ഇതിലെന്താ ആൻസർ വരിക? ആൻസർ വരിക ഏതാണ്? റാം എന്ന് പറയുന്നത് എന്താ? പ്രൈമറി മെമ്മറി. ശരിയാണല്ലോ. റാം ഒരു പ്രൈമറി മെമ്മറിയുമാണ്, റാം ഒരു വോളറ്റൈൽ മെമ്മറിയുമാണ് അല്ലേ? നമ്മൾക്ക് നോൺ വോളറ്റൈൽ അല്ലല്ലോ. റാം പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന 2 പോയിന്റ്സ് ആണ്. റാം ഇസ് എ പ്രൈമറി മെമ്മറി ആൻഡ് ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ട്രൂ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണോ, റാം ആണോ, ക്യാഷെ മെമ്മറി ആണോ, അതോ രജിസ്റ്റർ ആണോ? ഹാർഡ് ഡിസ്ക് ഒരു സെക്കൻഡറി ഡിവൈസ് ആണ്. ഒരുപാട് ഡാറ്റകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പെർമനന്റ് സ്റ്റോറേജ് മെമ്മറിയാണ് ഇത്, ഹാർഡ് ഡിസ്ക് ആണല്ലോ. റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാമും ഒരു മെയിൻ മെമ്മറി എന്നാണ് നമ്മൾ പറയാം. ഇനി രജിസ്റ്റർ ക്യാഷയും ഒരു പ്രൈമറി മെമ്മറിയാണ്, ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. രജിസ്റ്ററും ഓൾസോ വോളറ്റൈൽ മെമ്മറിയാണ്. എന്നാൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ്, തന്നതിൽ ഏറ്റവും ചെറിയ മെമ്മറി ഏതാണ്? രജിസ്റ്റർ ആണ് അല്ലേ? രജിസ്റ്റർ എന്താണ്? ഇറ്റ്സ് എ സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് മെമ്മറി യൂണിറ്റ് അല്ലേ? ഏറ്റവും വേഗതയുള്ള മെമ്മറി യൂണിറ്റ് ഏതാണ്? രജിസ്റ്റർ ആണ് അല്ലേ? Then 17th question, which one is the optical storage medium? തന്നതിൽ ഏതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം? ഒറ്റയടിക്ക് ആൻസർ കിട്ടും. CD-ROM, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറിയാണ് വരിക അല്ലേ? ഇനി അടുത്തത് 17th കഴിഞ്ഞു. ഇനി 18th ക്വസ്റ്റ്യൻ. മെയിൽസ് ദാറ്റ് ആർ സെൻഡ് വിത്ത് malicious intent to get you into trouble are called, എന്താണ് വരിക? ആൻസർ അറിയാലോ, സ്പാം. ഇനി വിച്ച് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? ഇതിൽ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തതെന്ന്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, വെബ് ബ്രൗസർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രിറ്റർ ഉണ്ട്. ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാത്തത്? വെബ് ബ്രൗസർ ആണ് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ കമ്പൈലറും ഇന്റർപ്രിറ്ററും ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ വെബ് ബ്രൗസർ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമല്ല. Which key on window keyboard set to full screen mode in most browsers? ഒന്നുകൂടെ പറയാം. Which key on Windows keyboard sets to full screen mode in most browsers? ഏറ്റവും കൂടുതൽ ബ്രൗസേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഒരു ഒരു വിൻഡോന്റെ കീബോർഡിൽ എന്താണ് ഫുൾ സ്ക്രീൻ കിട്ടാൻ? ഏതാണത്? F11 അല്ലേ? സ്ലൈഡ് ഷോ കാണാനോ F5, ഹെൽപ്പിനോ F1, F12 എന്തിനായിരുന്നു? സേവിന് അല്ലേ? ഓർത്ത് വയ്ക്കണേ ഷോർട്ട് കട്ട് കീസ് ഒക്കെ. MS Word ഈസ് ഡാഷ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ. MS Word എന്ന് പറയുന്ന ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണോ, അതോ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണോ, അല്ലെങ്കിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണോ, വെബ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണോ? എന്താണ്? വേർഡ് പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ക്ലിയർ ആണല്ലോ. ഇനി 22, ക്വസ്റ്റ്യൻ നമ്പർ 22. മെയിൽ മെർജ് ഫീച്ചർ യൂസ്ഡ് ഇൻ MS Word ആർ, അതായത് MS Wordൽ മെയിൽ മെർജ് ഫീച്ചർ യൂസ് ചെയ്യുന്നതിനാ? സെൻഡ് ബൾക്ക് മെയിൽസ്, ഒരുപാട് മെയിലുകൾ ഒരുമിച്ച് സെൻഡ് ചെയ്യാനാണ് ഇത് മെയിൽ മെർജ് ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഇനി കൃത്യം ഈ സെൻഡ് ബൾക്ക് മെയിൽസ് എന്താണെന്നാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ചോദിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചർ ഓഫ് MS Word ആർ. MS Wordലുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. കട്ട് ഉണ്ട്, കോപ്പി ഉണ്ട്, നമ്പറിംഗ് ഉണ്ട്, ബുള്ളറ്റിംഗ് ഉണ്ട്. ഏതൊക്കെയാ? ഇതെല്ലാം വരും MS Wordൽ ഇതെല്ലാം വരും അല്ലേ? കട്ട് വരും, കോപ്പി വരാം, നമ്പറിംഗ് വരാം, ബുള്ളറ്റിംഗ് ഒക്കെ വരുന്നൂടെ. അപ്പം ഏതാ? ഓൾ ഓഫ് ദ എബോ. ഇനി ഇൻ വേർഡ് ഡോക്യുമെന്റ് ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതായിരുന്നു? ആലോചിച്ച് നോക്കിയേ. പ്രസ്, കൺട്രോൾ ആൻഡ് ദ ഈക്വൽ സൈൻ അല്ലേ?
നമ്മൾ ഷോർട്ട് കട്ട് കീ എടുത്ത ക്ലാസ്സുകളിൽ കൃത്യം പറഞ്ഞതാണ്. സബ്സ്ക്രിപ്റ്റിന്റെയും അതേപോലെ സൂപ്പർ സ്ക്രിപ്റ്റിന്റെയും ഒക്കെ ഷോർട്ട് കട്ട് അല്ലേ. നോക്കൂ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇനി അടുത്തത് 25th ക്വസ്റ്റ്യൻ. വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു സെൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ഓഫ് ദി പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് ഇൻ MS Word? MS Wordലുള്ള ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിലോ നമ്മൾ യൂസ്ഡ് ടു സെറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫീച്ചർ എന്താണെന്നാണ് ചോദ്യം. എന്താണ് ശരിക്കും ഫീച്ചർ? ഇൻഡന്റ് അല്ലേ? ഇൻഡന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചർ. ക്ലിയർ ആണല്ലോ. ഇനി വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ സെന്റർ അലൈൻമെന്റ് ഓഫ് എ ടെക്സ്റ്റ്? ഒരു ടെക്സ്റ്റിന്റെ വേർഡ് ഡോക്യുമെന്റ്, നമ്മൾ വേർഡ് ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റിന്റെ അല്ലെ ഒരു മാറ്ററിന്റെ അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ. കണ്ടോ, ഷോർട്ട് കട്ട് കീന്റെ കളിയാണ് അല്ലേ. ഏതാണ്? Ctrl+E ആണല്ലോ. ഇനി റൈറ്റ് അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റിനൊക്കെ ഞാൻ പറഞ്ഞതുണ്ട്, അതൊക്കെ ഒന്ന് ഇവിടെ ഓർക്കണേ. Ctrl+C എന്തിനാ? Ctrl+C എന്തിനായിരുന്നു? കോപ്പി ചെയ്യാനാണ് അല്ലേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് ഡ്രോപ്പ് ഡൗൺ മെനു, MS Word creates a system where buttons and commands are grouped under the tabs is called. എന്താണ് വിളിക്കുക? റിബൺ സിസ്റ്റം. ടൈറ്റിൽ ബാർ ആണോ? അല്ല. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് എന്താ? MS Wordന്റെ നമ്മൾ തുറന്നു വരുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന അല്ലെ, ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ബാറിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുക അല്ലെ, ആണല്ലോ. ഇനി അടുത്തത്, in MS Word, dash is pre-designed document that you can use to create new documents with the same formatting. എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? in MS Wordൽ dash is pre-designed document that you can use to create new document with the same formatting. അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ന്യൂ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ടെംപ്ലേറ്റ് ആണ് അല്ലേ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോ ഷേപ്പ് ഇൻ MS Word? MS Wordലെ ഓട്ടോ ഷേപ്പ് അല്ലാത്തത് ഏതാണ്? ക്ലിപ്പ് ആർട്ട് ആണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓട്ടോ ഷേപ്പിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോളം ഹെഡിങ് ഫോർ ഈച്ച് കാറ്റഗറി ഇൻ ഡാറ്റ സോഴ്സ്? What is the name of what is the name of the column heading? Column in each category in a data source. ഒരു ഡാറ്റ സോഴ്സിലെ ഓരോ കാറ്റഗറിയിലുമുള്ള കോളം ഹെഡിങ് എന്താണെന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് യൂസ് ചെയ്യുന്നത്? ഫീൽഡ് നെയിം ആണ് അല്ലേ. ഇനി വാട്ട് ആർ ദ ഐറ്റം ഡിസ്പ്ലേഡ് ഇൻ എ നെയിം ബോക്സ് ഇൻ MS Excel? MS Excelന്റെ നെയിം ബോക്സിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് അല്ലെ എന്തൊക്കെയാണ് ഉണ്ടാവുക? അഡ്രസ് ഓഫ് ദി ആക്റ്റീവ് സെല്ല് കാണാം. സെലക്ടഡ് റേഞ്ച്, സെല്ലിന്റെ റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സെലക്ട് ചെയ്ത സെല്ലുകളുടെ പേര് നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ആൻസർ എന്താ വരിക? ഓൾ ഓഫ് ദ എബോവ് ആണല്ലോ. ഇനി അടുത്തത് 32. ഇതൊക്കെ എക്സലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സല് നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കൂടെ വിശദീകരിച്ച് എക്സലിലുള്ള എല്ലാ ടാബുകളും കുറിച്ചും പറയും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവും കേട്ടോ. ഇനി കൗണ്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ MS Excel ഈസ്. MS Excelൽ യൂസ് ചെയ്യുന്ന കൗണ്ട് ഫംഗ്ഷൻ എന്തിനാണ് ശരിക്കും? കൗണ്ട് ഫംഗ്ഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫൈൻഡ് എ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഫോർ എ സെർട്ടൈൻ ക്രൈറ്റീരിയ. നമ്മൾ പറയുന്ന ഒരു സെർട്ടൈൻ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ലേ, അതിലുള്ള നമ്പർ ഓഫ് ടോട്ടൽ റോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മാക്സിമം വാല്യൂ കാണാനും ആവറേജ് വാല്യൂ കാണാനും സെല്ലുകളുടെ സമ്മ് കാണാനും ഒക്കെ നമ്മൾ വേറെ ഇക്വേഷൻസ് അല്ലേ യൂസ് ചെയ്യുക. ഇനി അടുത്തത്, ഡോണറ്റ് ചാർട്ട് ഇൻ MS Excel ഈസ് സിമിലർ ടു. നമ്മൾ ചാർട്ടുകൾ പലത് പറയല്ലേ, ബാർ ചാർട്ട്, പൈ ചാർട്ട്, കോളം ചാർട്ട്, അങ്ങനത്തെ ഒക്കെ. അതിൽ ഡോണറ്റ് ചാർട്ട് എക്സലിൽ ഏതുമായിട്ടാണ് സിമിലർ ആയി തോന്നുന്നത്? ഏത് വെച്ചാ?
പൈ ചാർട്ട് അല്ലേ, ഡോണറ്റ് ചാർട്ടിന്റെ പൈ ചാർട്ടിന്റെ ഏകദേശം രൂപ ഒരുപോലെ അല്ലേ. ഇനി വിച്ച് ഈസ് ദ ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ഇൻ MS Word ടു മേക്ക് ദ സെലക്ട് ടെക്സ്റ്റ് ഇറ്റാലിക്. നമ്മളൊരു ഇത് ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തത് നമുക്ക് ഇറ്റാലിക്സിലാക്കണം. അപ്പൊ ഇറ്റാലിക്സിലാക്കാനുള്ള MS Wordലുള്ള ഷോർട്ട്കട്ട് കീ ഏതാണ്? Ctrl+I ആണ്. ഇനി Ctrl+U എന്തായിരുന്നു? അണ്ടർലൈൻ. Ctrl+Z എന്തായിരുന്നു? അൺഡു. പുറത്ത് വെക്കണേ ഓരോന്നും. ഇനി ഹൗ മെനി വർക്ക് ഷീറ്റ്സ് ആർ ഇൻ എവറി വർക്ക് ബുക്ക് ഇൻ MS Excel 2007 ബൈ ഡീഫോൾട്ട്? എത്രയാണ്? 3 അല്ലേ. ഈ ഷോർട്ട്കട്ട് കീ ഒക്കെ നിങ്ങൾ എപ്പോഴും എടുത്ത് വായിക്കണം, എന്നാലേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിനിമം ഒരു 2 എണ്ണെങ്കിലും ഷോർട്ട്കട്ട് കീ ചോദിക്കുന്നുണ്ട്. ഇനി എ വർക്ക് ഷീറ്റ് ഇൻ MS Excel ഈസ് 36th ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു MS Excelലെ വർക്ക് ഷീറ്റ് എന്താണ്? അപ്പം MS Excelല് നമ്മളൊരു വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയും കോളവും തമ്മിലുള്ള കോമ്പിനേഷൻ, അതായത് ഒരുപാട് റോസും കോളംസും ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയും? ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്ക് ഷീറ്റ് എന്ന് MS Excelല് പറയാം അല്ലേ. ഇനി ദ ഓട്ടോഫിൽ ഫീച്ചർ. The autofill feature in MS Excel can be applied from Excel. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് എക്സലിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം 37th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാല് നമ്മുടെ ഓട്ടോഫിൽ ഫീച്ചർ, അതായത് MS Excelല് നമ്മൾ ഓട്ടോഫിൽ ഫീച്ചർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്ലൈ ഫ്രം എങ്ങനെയാ ചെയ്യുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, അപ് ടു ഡൗൺ ആണോ, ഓൾ ഓഫ് ദ എബോ ആണോ? എങ്ങനെയാ ചെയ്യുന്നത്? എങ്ങനെയാ? ഓൾ ഓഫ് ദ എബോ ആണ് അല്ലെ. എല്ലാ ഭാഗത്തുനിന്നും ചെയ്തൂടെ? അപ്പൊ ഓൾ ഓഫ് ദീസ് എല്ലാം പെടും അല്ലേ. ഇനി വിച്ച് ഈസ് ദ ടേം ദാറ്റ് യൂസ്ഡ് ഇൻ സ്പ്രെഡ്ഷീറ്റ് വിച്ച് ഫോഴ്സസ് എ ലൈൻ ബ്രേക്ക് ഇൻ എ സെൽ വെൻ ദ സെൽ എൻട്രി ഈസ് ടു ലാർജ് ടു ഫിറ്റ് ഇൻ ദ സെൽ? അപ്പൊ എന്താണ് ആൻസർ വരിക? അതിന്റെ ആൻസർ എന്താ? വ്രാപ്പ് അല്ലേ. ആൻസർ എന്താണ്? വ്രാപ്പ് അല്ലേ. എന്താണ് ചോദിച്ചത്? വിച്ച് ഈസ് ദ ടേം, എന്താണ് ആ ടേം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഒരു സെല്ലിൽ ലൈൻ ബ്രേക്ക് വെച്ചു. എപ്പം? വെൻ സെൽ എൻട്രി ഈസ് ടു ലാർജ് ടു ഫിറ്റ് ഇൻ ദ സെല്ലിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എന്താ പറയാ, അല്ലെ നമ്മളവിടെ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ശരിക്കും? വ്രാപ്പാണ് അല്ലെ. എന്താണ്? വ്രാപ്പ്. ക്ലിയർ ആണല്ലോ. ഇനി സെൽ റെഫറൻസിങ് ഫീച്ചർ ഇൻ MS Excel ഈസ് ആർ. സെൽ റെഫറൻസിങ് ഫീച്ചർ MSL എങ്ങനെയാണ് വരുന്നത്? ആബ്സല്യൂട്ട് ആവാം, മിക്സ്ഡ്, റിലേറ്റീവ്, ഇത് മൂന്നും പെടുമല്ലോ. ഓൾ ഓഫ് ദി അബോവ്. ഇനി 14th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സിമ്പൽ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ഫോർമുല ഇൻ MS Excel? എത്രയോ തവണ ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. MS Excelലെ ഫോർമുലകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സിമ്പൽ തൊട്ടിട്ടാണ്? ഈക്വൽ അല്ലേ. ഇനി നെയിം ദ റെഫറൻസ് ഓപ്പറേഷൻസ് ഇൻ MS Excel. MS Excelലുള്ള ഓപ്പറേഷൻസ് ആണ്. കോളൻ വരാം, കോമ വരാം, സ്പേസ് വരാം, എല്ലാം പെടല്ലോ. ഓൾ ഓഫ് ദ എബോവ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, 42th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ term used to arrange data according to given criteria in MS Excel? അല്ലേ. MS Excel ഒരു നമ്മൾ തന്ന ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചോളൂ. അങ്ങനെ നമ്മൾ ഡാറ്റകൾ അറേഞ്ച് ചെയ്യുന്നതിന് എന്താ നമ്മൾ പറയുക? സോർട്ടിങ് അല്ലേ. അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ സോർട്ടിങ് എന്നാ പറഞ്ഞത്. ഒരു ഗിവൺ ക്രൈറ്റീരിയ, അതായത് നമ്മൾ എന്തോ ഒരു കണ്ടീഷൻ കൊടുക്കും. ഒന്നെങ്കിൽ ഇപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണെന്ന് വിചാരിക്കുക. അങ്ങനെ മെമ്മറി യൂണിറ്റ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1 TB ഈസ് ഈക്വൽ ടു 1 TB എന്ന് പറയുന്നത് എത്രയാണ്? 1 TB ഈസ് ഈക്വൽ ടു എത്രയാണ്? 1024 GB ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി
1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ജിഗാബൈറ്റ് ആണ്. 1024 ബൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കിലോബൈറ്റ് ആണ്. ആണല്ലോ. ഇനി ദ വ്യൂ ഓഫ് എ സ്ലൈഡ് MS PowerPoint പ്രൊവൈഡ്. അതായത് എന്താ ചോദിച്ചത്? MS PowerPointലുള്ള ഒരു സ്ലൈഡ് ഷോന്റെ വ്യൂ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താണ്? അതിൽ നോർമൽ വ്യൂ ഉണ്ടാവും, സ്ലൈഡ് ഷോട്ട് വ്യൂ ഉണ്ടാവും, നോട്ട്സ് പേജ് വ്യൂ എല്ലാം പെടുമല്ലോ അല്ലേ? അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്നല്ലേ ഒരു സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. ഇനി 45th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡാഷ് ഈസ് ദ ഡീഫോൾട്ട് ഫയൽ നെയിം ഓഫ് MS PowerPoint പ്രസന്റേഷൻ. MS PowerPoint പ്രസന്റേഷന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം പ്രസന്റേഷൻ 1. ഡോക്യുമെന്റ് 1 എന്ന് പറയുന്നത് MS വേർഡിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം ആണ്. ഇതൊക്കെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ഇനി ദ എൻറ്റയർ പ്രസന്റേഷൻ ക്യാൻ ബി സീൻ അറ്റ് എ ടൈം MS PowerPoint. അതായത് MS PowerPointൽ ഒരു സമയത്ത് നമ്മൾ PowerPointൽ കാര്യം ചെയ്യുമ്പോൾ ഒരു ടൈമിൽ അറ്റ് എ ടൈമിൽ ഫുൾ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിന് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ് വരിക? സ്ലൈഡ് സോർട്ടർ വ്യൂ അല്ലേ? സ്ലൈഡ് സോർട്ടർ വ്യൂ എന്നാണ് യൂസ് ചെയ്താലാണ് വരിക അല്ലേ? സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമുക്ക് ആ ഫുൾ ആ സ്ലൈഡ് സോർട്ടറിൽ നമ്മൾ എന്തൊക്കെയാണോ വെക്കുന്നത് അതെല്ലാം നമുക്ക് ആ തമ്പ് നെയിലിന്റെ ഫോമിൽ അവിടെ കാണിക്കാൻ പറ്റും അല്ലേ? ഇനി നമ്മള് നോർമൽ വ്യൂ എന്ന് പറയുന്നത് എന്താ? ഒരു പവർ പോയിന്റിന്റെ പ്രൈമറി വ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ വ്യൂ എന്ന് പറയുന്നത് അല്ലേ? ആൻസർ എ ആണ്. നോർമൽ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർ പോയിന്റിന്റെ പ്രൈമറി വ്യൂവിനെയാണ് നമ്മൾ നോർമൽ വ്യൂ എന്ന് പറയുക. അതായത് നമ്മൾ ഒരു പ്രസന്റേഷൻ, ആ പ്രസന്റേഷനിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ആ മെയിൻ എഡിറ്റിംഗ് വ്യൂ ഒക്കെ എവിടെയാണ് കാട്ടുന്നത്? നോർമൽ വ്യൂവിലാണ് കാട്ടുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഏതാ? ഇനി സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത് അറിയാലോ. സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് അതായത് ഈ സ്ലൈഡ് ഷോയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സ്ലൈഡുകളെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ സ്ലൈഡ് ഷോ കാണാനുള്ള ഷോർട്ട് കട്ട് കീ ഏതായിരുന്നു? F5 ആയിരുന്നു അല്ലേ? അപ്പം സ്ലൈഡ് ഷോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ലൈഡ് ഷോ നമുക്ക് PowerPoint 2000 വേർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാബിലൂടെയും അതേപോലെ വ്യൂ ടാബിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഇനി ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 47th ക്വസ്റ്റ്യൻ. ഇൻ MS Word PowerPoint Microsoft PowerPoint objects one on the slide that hold text are. എന്താണ് ചോദിച്ചത്? നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു MS PowerPoint, ആ പവർ പോയിന്റിലുള്ള നമുക്ക് ഉള്ള ഒബ്ജക്ട്സുകൾ, സൈഡിലുള്ള ഒബ്ജക്ട്സുകൾ ആ ടെക്സ്റ്റ് ഹോൾഡ് ചെയ്യുന്നതിന് എന്താണ് പറയുക? പ്ലേസ് ഹോൾഡർ എന്നാണ് പറയുക. ഓക്കെ, എന്താണ് പറയുക? പ്ലേസ് ഹോൾഡർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഷോർട്ട് കട്ട് കീ ആണ്. ഷോർട്ട് കട്ട് കീ പറയുന്നത് which shortcut key is used to insert a new slide in current presentation in MS PowerPoint? MS PowerPointലുള്ള കറണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ സ്ലൈഡ്, നമ്മൾ പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിലേക്ക് നമുക്കൊരു പുതിയ സ്ലൈഡ് വേണം. അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ് അതിനുള്ള ഷോർട്ട് കട്ട് കീ. ക്ലിയർ ആണല്ലോ? നോക്കൂ, ഷോർട്ട് കട്ട് കീ എത്രയാ ചോദിക്കുന്നതെന്നില്ലേ? ഇനി Ctrl+S ഒക്കെ അറിയാലോ. Ctrl+N ഒക്കെ. S എന്ന് പറയുന്നത് സേവ് ചെയ്യാൻ അല്ലേ? N എന്ന് പറയുന്നതോ പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനല്ലേ? ഇനി which is the file format supports the MS PowerPoint show?
അപ്പൊ അതായത് താഴെ കൊടുത്തതിൽ ഏതൊക്കെയാണ് MS PowerPointലുള്ള ഫയൽ ഫോർമാറ്റുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. JPG ഉള്ളതാണ്, എന്തിനാണ് ഇമേജിന്റെയാണ്, ഗിഫ് ഉള്ളതാണ്, വേവ് എന്താണ് ഓഡിയോന്റെ ആണ്. അപ്പൊ ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് അല്ലേ. നമ്മള് ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെയാണ് എക്സ്ട്രാ ഉള്ളത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡീഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ ഇൻ ഓഫ് സ്ലൈഡ് ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റ് നിന്നും എക്സൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പം വേർഡ് മാത്രമല്ല പവർ പോയിന്റിനും എക്സലിനും ഒക്കെ ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എടുത്ത ഭാഗത്ത് നിന്നും കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും ഹിസ്റ്ററിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എടുത്ത ക്ലാസ്സുകളിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ അങ്ങനെ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാറ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ആ ഒരു നമ്മൾ എടുത്ത ടോപ്പിക്കിൽ തന്നെ കിട്ടുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡീഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ ഓഫ് സ്ലൈഡ് ഇൻ MS PowerPoint. MS PowerPointലുള്ള പേജ് സെറ്റപ്പ് ഓറിയന്റേഷന്റെ ഡീഫോൾട്ട് ഏതാണ് ഡീഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ അണ്ടർസ്റ്റുഡ് ആണ്. ഏതാണ്? ലാൻഡ്സ്കേപ്പ് ആണ് അല്ലേ. ക്ലിയർ അല്ലേ? ഇനി കോമൺലി യൂസ്ഡ്, ഇനി അടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ടൈപ്പ് റൈറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും വരെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. കൂടുതലും എക്സലിനും പവർ പോയിന്റിനും ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ അതിൽ നിന്ന് കുറച്ച് കുറവാണ് ചോദിക്കാറ്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നന്നായി ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 51, ക്വസ്റ്റ്യൻ നമ്പർ 51 ചോദിക്കുന്നത് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഹെഡ്സ് ആർ. സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഹെഡുകൾ ഏതൊക്കെയാണെന്ന്. എലൈറ്റ് ആൻഡ് പൈക്ക ആണല്ലോ. ഇനി പാർട്സ് ഓഫ് റോക്കർ മെക്കാനിസം, ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റോക്കർ മെക്കാനിസത്തിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ റോക്കർ മെക്കാനിസം എടുത്ത ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതൊക്കെയാ പെടുക റോക്കർ മെക്കാനിസത്തില്? റിജിഡ് ഡോഗ് ഏതൊക്കെ പെടും? ലൂസ് ഡോഗ് ആൻഡ് എസ്കേപ്മെന്റ് വീൽ ഉണ്ട്, റിജിഡ് ഡോഗ് ആൻഡ് പീനിയൻ വീൽ ഉണ്ട്, ലൂസ് ഡോഗ് ആൻഡ് മെയിൻ സ്പ്രിംഗ് ഉണ്ട്. ഏതാണ് പെടുക? ഏതാണ് ഉൾപ്പെടുക ഈ റോക്കർ മെക്കാനിസത്തിന്റെ പാർട്സുകളായിട്ട്? റോക്കർ മെക്കാനിസത്തിന്റെ പാർട്സ് ആയിട്ട് വരും ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്? ലൂസ് ഡോഗ് ഉണ്ടാവും, എസ്കേപ്മെന്റ് വീൽ ഉണ്ടാവും, അതേപോലെ റിജിഡ് ഡോഗ് ഉണ്ടാവും, പീനിയൻ വീൽ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? പറയാനില്ല അല്ലെ. ഇവയൊക്കെ തന്നെയാണ് റോക്കർ മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ ചോദിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, റീസൺസ് ഫോർ സ്ലഗ്ഗിങ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് മൂവ്മെന്റ് ഓഫ് ദി കാരേജ്. കാരേജിന്റെ സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് കാരണമാവുന്നത് എന്തൊക്കെയാണ് എന്നതാണ് 53th ക്വസ്റ്റ്യൻ. എന്താണ്? ലോ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ആണോ, ഹൈ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ആണോ, വോൺ കട്ട് ഔട്ട് ഓഫ് ദി ടീത്ത് ഓഫ് എസ്കേപ്മെന്റ് വീൽ ആണോ? എന്താണ് ആൻസർ വരിക? അണ്ടർസ്റ്റുഡ് ആണ്. എന്താണ്? ലോ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് അല്ലെ. മെയിൻ സ്പ്രിംഗിന്റെ ലോങ് ടെൻഷൻ അല്ലെ സ്ലഗ്ഗിഷ് മൂവ്മെന്റ്. ഇത് ഹൈ ടെൻഷൻ ആകുമ്പോൾ എന്തുവാകും? ജർക്കിഷ് ആവും അല്ലെ, ജർക്കി മൂവ്മെന്റ് ആവും. ഇനി 54th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫീഡ് റോൾസ്. ഫീഡ് റോൾസിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നാണ് നോക്കുന്നത്. അപ്പം ഫീഡ് റോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ടോപ്പ് ഓഫ് ദി സിലിണ്ടർ. ഫസ്റ്റ് പറയുന്ന ഓപ്ഷൻ, ഫീഡ് റോളുകൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് എവിടെയാണ്? സിലിണ്ടറിന്റെ ഏറ്റവും മുകളിലാണ്. രണ്ടാമത്തത് പറയുന്ന ഓപ്ഷൻ എന്താ? ഫീഡ് റോളുകൾ സിലിണ്ടറിന്റെ ഏറ്റവും താഴെയാണ് അവയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ദർ ആർ 2 സെറ്റ് ഓഫ് ഫീഡ് റോൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എത്ര ഫീഡ് റോൾസ് ഉണ്ടെന്നാണ്? 3 സെറ്റ് ഫീഡ് റോൾസ് ഉണ്ടെന്നുമാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്തൊക്കെയാണ്? ഫീഡ് റോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ബോട്ടം ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ബോട്ടത്തിലാണ് ഫീഡ് റോൾസുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫീഡ് റോൾസ് എന്ന് പറയുന്നത് എത്ര സെറ്റ് ഉണ്ട്? 2
സെറ്റുമുണ്ട്. ക്ലിയർ ആണല്ലോ? 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്യണേ. ഇനി ടൈപ്പ് ബാർ ഈസ് കണക്റ്റഡ് ടു സെഗ്മെന്റ് ബൈ മീൻസ് ഓഫ്. ടൈപ്പ് ബാർ അണ്ടർസ്റ്റുഡ് ആണല്ലോ. ടൈപ്പ് ബാർ സെഗ്മെന്റുമായി കണക്ട് ചെയ്യുന്ന ഏതാ? ഫാൽക്കം വയർ. ഓപ്ഷൻ ബി. ഇനി വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ്? ടൈപ്പ് റൈറ്ററിലെ 2 ടൈപ്പുകൾ ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡും ബ്രീഫും ഉണ്ട്, സ്റ്റാൻഡേർഡും ഫുൾ സ്കാപ്പും ഉണ്ട്, പോർട്ടബിളും സ്റ്റാൻഡേർഡും ഉണ്ട്, ബ്രീഫ് ആൻഡ് പോർട്ടബിൾ ഉണ്ട്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? അതെയാ പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആണല്ലോ. ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനല്ല. ഈ ഫുൾ സ്കാപ്പ് എന്ന് പറയുന്നു, ബ്രീഫ് എന്ന് പറയുന്നു ഒക്കെ ഏതാ? കാരേജിന്റെ പല സൈസുകൾ അല്ലേ. ഇനി ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആർ കൺക്ലൂഡഡ് ബൈ. ഡെമി ഒഫീഷ്യൽ ലെറ്റർ അതായത് ഡിഒ ലെറ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് വെച്ചിട്ടാണോ, യുവേഴ്സ് സിൻസിയർലി എന്ന് വെച്ചിട്ടാണോ, അതോ യുവേഴ്സ് ട്രൂലി എന്ന് വെച്ചിട്ടാണോ? ഏത് വെച്ചിട്ടാണ് നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക? ഇറ്റ്സ് ഓൺ ഏതാണ്? യുവേഴ്സ് സിൻസിയർലി അല്ലേ. അപ്പൊ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. റിബൺ കാരിയർ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. റിബൺ കാരിയർ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് റിബൺ കാരിയർ ഈസ് ഫിറ്റഡ് ബിഹൈൻഡ് ദി ടൈപ്പ് ഗൈഡ്. ടൈപ്പ് ഗൈഡിന്റെ ബാക്കിലായിട്ടാണ് റിബൺ കാരിയറിനെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി തേർഡ് ഓപ്ഷൻ പറയുന്നത് ദ ലെങ്ത് വൈസ് മൂവ്മെന്റ് ഓഫ് റിബൺ ഈസ് കൺട്രോൾഡ് ബൈ റിബൺ കാരിയർ. അതായത് റിബണിന്റെ ഈ ലെങ്ത് വൈസ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റിബൺ കാരിയർ ആണെന്നാണ് പറയുന്നത്. ആണല്ലോ. അപ്പം ഇതില് ഏതാണ് ശരി? ഏതാണ് ശരി? റിബൺ കാരിയർ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. അത് ശരിയല്ലേ? റിബൺ കാരിയർ മൂവ് ചെയ്യുന്ന എങ്ങനെയാ? മുകളിലേക്കും താഴേക്കും ആയിട്ടാണല്ലോ. അപ്പം അത് ശരിയാണ് അല്ലേ. ഇനി വേറെ ഓപ്ഷൻ ശരിയുണ്ടോ? പിന്നെ ഇതും ഈ സെക്കൻഡ് ഓപ്ഷനും ശരിയല്ലേ? റിബൺ കാരിയർ ഈസ് ഫിറ്റഡ് ബിഹൈൻഡ് ദി ടൈപ്പ് ഗൈഡ് അല്ലേ. അപ്പൊ ഏതാണ് വരിക? 1ഉം 2ഉമാണ് ശരി. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓൺ IGS ഷുഡ് ബി ടൈപ്ഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി സെന്റർ ഓഫ് ദി എൻവലപ്പ്. എൻവലപ്പിന്റെ ഏറ്റവും സെന്ററിലായിട്ടാണ് ഓൺ IGS എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രേഡ് പോസ്റ്റ് ഷുഡ് ബി ടൈപ്ഡ് അറ്റ് ദി ടോപ്പ് സെന്റർ ഓഫ് ദി എൻവലപ്പ്. എൻവലപ്പിന്റെ ഏറ്റവും ടോപ്പ് സെന്ററിലായിട്ടാണ്, ഏറ്റവും മുകളിൽ നടുക്കായിട്ടാണ് എന്ത്? രജിസ്ട്രേഡ് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ അഡ്രസ് ഓഫ് ദി സെൻഡർ ഷുഡ് ബി ടൈപ്ഡ് അറ്റ് ദി ബോട്ടം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി എൻവലപ്പ്. അതായത് അയക്കുന്ന ആളെ അഡ്രസ് ഓഫ് ദി സെൻഡർ അഡ്രസ് എവിടെയാണ് നമ്മൾ കൊടുക്കുക? എൻവലപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഈ 3 സ്റ്റേറ്റ്മെന്റില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 1ഉം 3ഉം അല്ലേ ശരി? ഏതാ? ഓൺ IGS എന്ന് എഴുതുന്നത് എൻവലപ്പിന്റെ ഏറ്റവും ടോപ്പ് സെന്ററിലാണ്. പിന്നെ അഡ്രസ് ഓഫ് ദി സെന്റർ ഷുഡ് ബി ടൈപ്ഡ് അറ്റ് ദി ബോട്ടം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി എൻവലപ്പ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി അല്ലെ. 1ഉം 3ഉം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ. നെയിം ദ ഷിഫ്റ്റ് സിസ്റ്റം ഇൻ എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിലെ ഷിഫ്റ്റ് സിസ്റ്റത്തിന്റെ പേര് പറയാനാണ് പറഞ്ഞത്. ഇപ്പം എന്താണ്? കാരേജ് ഷിഫ്റ്റ് സിസ്റ്റം എന്നുണ്ട്, സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം എന്നുണ്ട്, യൂണിവേഴ്സൽ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമ്പീരിയൽ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പം ദർ ആർ 2 ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് സിസ്റ്റം ആണ് ഉള്ളത് അല്ലെ. 2 ടൈപ്പ് ഷിഫ്റ്റ് സിസ്റ്റം ആണുള്ളത്. അവയാണ് ഏതൊക്കെ? കാരേജ് ഷിഫ്റ്റ് സിസ്റ്റവും സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റവും. അപ്പം ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ 1 and 2. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പ്യൂട്ടറിൽ നിന്നും ടൈപ്പ് റൈറ്ററിൽ നിന്നുമായിട്ട് ചോദിച്ചത്. അപ്പൊ ഒരുപാട്
കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക, വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓരോ ഓപ്ഷനും എടുത്തിട്ട് വായിക്കുക. അപ്പൊ ഓരോ ഓപ്ഷൻ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങ് നന്നായി മനസ്സിലാവും. എന്നിട്ട് മാത്രം നമ്മൾ ആൻസറിലേക്ക് നോക്കുക. അല്ലാതെ ആദ്യത്തെ വായനയിൽ തന്നെ നിങ്ങൾ നേരിട്ട് ആൻസറിലേക്ക് പോവരുത്. അപ്പൊ അതവിടെ ചെറിയ തെറ്റുകൾ വരാം. അപ്പൊ നന്നായി വായിക്കുക. ഓപ്ഷൻസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ 2-3 തവണ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതിൽ ടൈപ്പ് റൈറ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലാതെ ക്ലാസ് എടുത്ത സമയത്തും ഒക്കെ നമ്മൾ ഈ ടൈപ്പ് റൈറ്ററിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും, ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ വന്ന എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തതാണ്. നമ്മൾ എടുത്ത ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. പിന്നെ കമ്പ്യൂട്ടറിലും നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുത്ത ഭാഗത്ത് കമ്പ്യൂട്ടറിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ നേരിട്ട് നമ്മൾ പഠിച്ച ഭാഗത്ത് തന്നെയാണ് വന്നത്. പിന്നെ ഉള്ളത് വേർഡും എക്സലും പവർ പോയിന്റും ആണ്. നമ്മൾ അതൊക്കെ അതിന്റെ ക്ലാസ്സുകളിലും നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിന്റെ ക്ലാസ്സുകളും ഉണ്ടാവുക. നമ്മളെപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കാറ്. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.